ഞാനിപ്പോൾ ആയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ കുഴിക്കാട്ടുശ്ശേരി എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ധന്യൻ ജോസഫ് വിധേയതലച്ചൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ അധിക ഭാഗവും ചിലവഴിച്ചത്. ധന്യൻ ജോസഫ് വിധേയതലച്ചൻ ലോന, അന്ന എന്ന ദമ്പതികളുടെ 5 മക്കളിൽ 3ാമത്തെ മകനായി വരാപ്പുഴ രൂപതയിലെ പുത്തമ്പള്ളി എന്ന ഗ്രാമത്തിൽ 1865 ജൂലൈ 23-ാം തീയതി ജനിച്ചു. വിധേയതലച്ചൻ തൻ്റെ സെമിനാരി ജീവിതം ആരംഭിച്ചത് തൃശ്ശൂർ രൂപത അതിർത്തിയിലുള്ള എൽത്തുരുത്ത് CMIക്കാരുടെ കൊവേന്തയിലാണ്. 6 വർഷവും 7 മാസവുമായിരുന്നു അവിടുത്തെ ഫോർമേഷൻ. അതിനുശേഷം തൃശ്ശൂർ തന്നെയുള്ള സെയിൻറ് തോമസ് കോളേജിൽ അഡോൾഫ് മെഡലിക്കോട്ട് പിതാവ് വിധേയതലച്ചനെ പഠിക്കാനായി വിട്ടു. പഠനത്തിന് ശേഷം പുത്തമ്പള്ളി സെമിനാരിയിലാണ് തൻ്റെ അവസാന കാലഘട്ടത്തിലെ ഫോർമേഷൻ നടന്നത്. 1894 മാർച്ച് 11 ഒല്ലൂർ സെയിൻറ് ആൻ്റണീസ് പള്ളിയിൽ വെച്ച് അഡോൾഫ് മെഡലിക്കോട്ട് തിരുമേനിയിൽ നിന്ന് വിധേയതലച്ചൻ തൻ്റെ തിരുപ്പട്ടം സ്വീകരിച്ചു. ധന്യൻ ജോസഫ് വിധേയതലച്ചൻ ഇവിടെ വരുന്നതിന് മുമ്പ് പല ഇടവകകളിലും വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ വിധേയതലച്ചൻ്റെ സേവനരംഗമായിരുന്നത് തനിക്ക് പട്ടം കിട്ടിയ ഒല്ലൂർ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. അതിനുശേഷം മുക്കാട്ടുകര, കണ്ടശാങ്കടവ്, കൊട്ടേക്കാട്, ചാലക്കുടി, മാള, പരിയാരം, എടത്തുരുത്തി, പുത്തഞ്ചിറ എന്നീ ഇടവകകളിൽ വിധേയതലച്ചൻ സേവനമനുഷ്ഠിച്ചു. നമ്മളിവിടെ വിധേയതലച്ചൻ്റെ ഒരു രൂപം കാണുന്നുണ്ട്. ഇവിടെയായിരുന്നു പിതാവ് 1922 മുതൽ 1957 വരെ താമസിച്ചിരുന്നത്. ഇവിടെ 2 റൂമും ഒരു വരാന്തയുമുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 1957 ഈ ബംഗ്ലാവ് പണിത് അങ്ങോട്ട് പിതാവ് താമസം മാറ്റിയത്. ധന്യൻ ജോസഫ് വിധേയതലച്ചൻ പണി കഴിപ്പിച്ച ബംഗ്ലാവാണിത്. 1957 പിതാവ് ഈ ബംഗ്ലാവിലേക്ക് താമസം മാറ്റുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകൾ വിധേയതലച്ചൻ ഇവിടെയാണ് ചെലവഴിച്ചത്. ഇന്ന് ഇവിടെ വിധേയതലച്ചൻ ഉപയോഗിച്ചിരുന്ന പൂജ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും ദിവ്യകാരുണ്യ ഉപാസകനായ ധന്യൻ ജോസഫ് വിധേയതലച്ചനെ അനുസ്മരിച്ചുകൊണ്ട് നിത്യ ആരാധനയും ഇന്ന് ഈ ബംഗ്ലാവിൽ നടന്നു വരുന്നു. ഈ സ്മൃതി ഭവനത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ജോസഫ് വിധേയതലച്ചൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ല് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബോർഡിൽ പ്രത്യേകമായിട്ട് ജോസഫ് വിധേയതലച്ചൻ്റെ ജനനം മുതൽ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ വിധേയതൽ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും ജീവചരിത്രവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വിധേയതൽ പിതാവിനെ കണ്ടവരൊക്കെ പറയാറുണ്ട്, അവരുടെ മനസ്സിലൊക്കെയുള്ള രൂപം വിധേയതൽ പിതാവ് ഇവിടെ ചാരികസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമാണ് കുറേ പേരൊക്കെ പറയാറ്. അപ്പം ജീവിതത്തിൽ പ്രശ്നങ്ങളുമായിട്ടൊക്കെ കടന്നു വരുന്നവരോട് ഇവിടെ ഇരുന്നിട്ടാണ് പിതാവ് സംസാരിക്കുക. ഇവിടെ ഒരു ചെറിയൊരു കോടതി മുറി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ വഴക്കൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പിതാവ് ഇരുന്ന് സംസാരിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ആ പിതാവിൻ്റെ ഒരു ആത്മീയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി സ്മൃതി ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഒരു വരാന്തയാണ്. ഈ വരാന്തയിൽ ഇപ്പോൾ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിധേയതൽ പിതാവ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറേ ബുക്കുകൾ ഇരിക്കുന്നത്. ഈ ബുക്കൊക്കെ വിധേയതൽ പിതാവിൻ്റെ മുറിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ബുക്കുകളാണ്. 4 ലാംഗ്വേജിലുള്ള ബുക്കാണ്
പ്രധാനമായിട്ടുള്ളത് ഇംഗ്ലീഷ്, സിറിയക്ക്, ഗ്രീക്ക്, മലയാളം. ഇതിൽ നിന്ന് തന്നെ പിതാവ് എന്തുമാത്രം വായനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിതാവ് തൻ്റെ ഉപദേശത്തിൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യദീപവും ദീപികയും മാത്രം വായിച്ചാൽ പോരാ, എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കണമെന്ന്. അത് പിതാവ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിനുദാഹരണമായി ഹോമിലറ്റിക്കൽ ആൻഡ് പാസ്റ്റൽ റിവ്യൂ എന്ന ഒരു അമേരിക്കൻ മാഗസീന് പിതാവ് അന്ന് കാലത്ത് ഒരു വരിക്കാരനായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒത്തിരിയേറെ മിസ്റ്റിക്കൽ അനുഭവങ്ങളുള്ള വിശുദ്ധ മറിയം ത്രേസ്യയെ നയിക്കാനായിട്ട് വിധിയത്തിൽ പിതാവിന് അറിവും ജ്ഞാനവും ലഭിച്ചത് ഈ പുസ്തക വായനയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വരാന്തയുടെ ഒരു ഭാഗത്ത് നമ്മൾ പുസ്തകശേഖരം കണ്ടു. മറുഭാഗത്ത് നമ്മളിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വിധിയത്തലച്ചൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അച്ഛൻ്റെ റൂമിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെക്കുറിച്ച്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛന് വിശുദ്ധരോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന തിരുശേഷിപ്പുകളുടെ ഒരു ശേഖരണമാണ്. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ എഴുതിയ താളിയോല ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുർബാന ചെല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന കാസ പീലാസുകളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് വിധിയത്തലച്ചൻ ഉപയോഗിച്ചിരുന്ന ചമ്മട്ടിയും മുള്ളരിഞ്ഞാണവുമാണ്. ചമ്മട്ടി ആദ്യകാലങ്ങളിൽ വിശുദ്ധരും അതുപോലെ തന്നെ സന്യാസിനികളൊക്കെ ചമ്മട്ടി അടിച്ചിരുന്നത് സ്വയമായിട്ട് പാപം ചെയ്യുകയും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരമായി ഈശോയുടെ തിരുമുറിവുകളെ അല്ലെങ്കിൽ ഈശോ ചമ്മട്ടി അടിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പരിഹാരമായിട്ടാണ് ചമ്മട്ടി അടിക്കുക അല്ലെങ്കിൽ മുള്ളരിഞ്ഞാണം കെട്ടുകയൊക്കെ ചെയ്തിരുന്നത്. ജോസഫ് വിധിയത്തലച്ചനും തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവവുമായിട്ട് ഒത്തിരി ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടി താൻ ചെയ്ത ഓരോ പാപത്തിനും തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിൽ ചമ്മട്ടി അടിക്കുകയും മുള്ളരിഞ്ഞാണം കെട്ടുകയൊക്കെ ചെയ്തിരുന്നു. ആ ഉപയോഗിച്ചിരുന്ന മുള്ളരിഞ്ഞാണവും ചമ്മട്ടിയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വരാന്തയുടെ ചുമരിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിധിയത്തിൽ പിതാവ് വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങളാണ്. അതിൻ്റെ തന്നെ ഭാഗങ്ങൾ നമ്മൾ ഇവിടെ താഴെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വിധിയത്തിൽ പിതാവ് വ്യക്തിപരമായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വിധിയത്തലച്ചൻ താമസിച്ചിരുന്ന റൂമിലാണ്. ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിധിയത്തലച്ചൻ ഉപയോഗിച്ചിരുന്ന മേശ, കസേര, കലണ്ടർ ബോക്സ്, അതുപോലെ തന്നെ പിതാവിൻ്റെ റൂമിൽ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റാച്ചു, കുരിശ് രൂപമൊക്കെയാണ്. ഈ റൂമിൽ നമുക്ക് ഒത്തിരിയേറെ സാധനങ്ങൾ, പ്രത്യേകതയുള്ള സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിധിയത്തിൽ പിതാവ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പ്രത്യേകമായി നമുക്ക് കാണുന്ന ഇവിടെ കയറി വരുമ്പോൾ ആ പിക്ചർ നമുക്കൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിധിയത്തിൽ പിതാവ് ഒരു കുരിശുരൂപം പിടിച്ച് ആശീർവദിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിതാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിതാവ് ഒരു എക്സോസിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. പൈശാചിക ശക്തികൾക്ക് മേലെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രത്യേക പൈശാചിക ശക്തികളെ വിലക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കൃപ വിധിയത്തിൽ പിതാവിന് ദൈവം ദാനമായി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിധിയത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഒത്തിരിയേറെ ആൾക്കാർ പ്രാർത്ഥിക്കുവാനായിട്ട് വരുമായിരുന്നു. പ്രത്യേകിച്ച് പാടത്തൊക്കെ കീടങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയത്തലച്ചനെ പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിതാവ് അവിടെ ചെന്ന് ആ കുരിശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കീടങ്ങളൊക്കെ നശിച്ചു പോകുന്നതായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇവിടെയുള്ള പുത്തഞ്ചിറ, കുഴിക്കാട്ടിശ്ശേരി ഭാഗത്തുള്ള ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ പിക്ചറിൽ നമ്മൾ കാണുന്ന അതേ കുരിശുരൂപമാണ് ഈ താഴെ നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ ഒരു കുരിശുരൂപം കാണാനായിട്ട് സാധിക്കും. പിതാവ് അന്ന് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ കുരിശുരൂപമാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
പുത്തഞ്ചിറയിലെ വിയാനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിധേയത്തലച്ചനെ വിശേഷിപ്പിക്കാം. ഒത്തിരിയേറെ ആളുകൾ കുഴിക്കാട്ടുശ്ശേരി പുത്തഞ്ചിറ പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിധേയത്തലച്ചൻ്റെ ഉപദേശം, ആധ്യാത്മിക ഉപദേശം തേടി ഇവിടെ എത്താറുണ്ട്. അതിൽ മറ്റു വൈദികരും സന്യസ്തരും എല്ലാവരും ഉൾപ്പെടുന്നു. അപ്പോൾ ഒത്തിരിയേറെ സമയം വിധേയത്തലച്ചൻ കുമ്പസാരിപ്പിക്കാനായിട്ട് ചിലവഴിക്കാറുണ്ട്. അങ്ങനെ വിധേയത്തലച്ചൻ കുറേ സമയം ഇരുന്ന് കുമ്പസാരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച കുമ്പസാരക്കൂടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 42 വർഷത്തോളം വിധേയത്തലച്ചൻ ഈ കുമ്പസാരക്കൂട് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനും അവരെ നേരായ വഴിയിലൂടെ നയിക്കുവാനൊക്കെ ആയിട്ട് വിധേയത്തലച്ചന് സാധിച്ചിട്ടുണ്ട്. വിധേയത്തലച്ചൻ്റെ അവസാന നാളുകളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ കൊണ്ട് പിതാവിന് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിതാവിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഒരു വീൽ ചെയറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു കാളവണ്ടിയാണിത്. വിധേയത്തലച്ചൻ തൻ്റെ യാത്രകളെല്ലാം തന്നെ ചെയ്തത് ഈ കാളവണ്ടിയിലായിരുന്നു. തൃശ്ശൂരും ഇരിങ്ങാലക്കുടയൊക്കെ പുതിയ കോൺവെൻറ്റുകളും സ്കൂളുകളും ഒക്കെ തുടങ്ങിയപ്പോൾ അവിടെ പോകാനും സിസ്റ്റേഴ്സ് അവിടെ താമസിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് അവിടെ പോകാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഈ കാളവണ്ടിയിലാണ് വിധേയത്തലച്ചൻ യാത്ര ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിധേയത്തലച്ചൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഒക്കെ യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ കാളവണ്ടിയിലായിരുന്നു. വിധേയത്തലച്ചൻ പണി കഴിപ്പിച്ച മണിമാളികയുടെ അടുത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അന്ന് പിതാവ് ഇത് പണി കഴിപ്പിക്കുമ്പോൾ ജനങ്ങളെല്ലാം ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഒരു വലിയൊരു മണിമാളിക ഇവിടെ, ഇതൊരു കോൺവെൻറ്റ് ചാപ്പലാണല്ലോ, ഇവിടെ പണി കഴിപ്പിക്കുന്നത് എന്ന്. അന്ന് അച്ഛൻ പറഞ്ഞു, ഇത് ഒരു കാലത്ത് ഈ മണിമാളികയിൽ നിന്ന് മണി മുഴങ്ങേണ്ട ഒരാവശ്യം വരുമെന്ന്. അത് നമുക്ക് പൂർത്തിയായത് വിശുദ്ധ മറിയം ത്രേസ്യ വിശുദ്ധിയായ സമയത്ത് ഈ മണിമാളികയിൽ നിന്ന് മണിനാദങ്ങൾ ഉയർന്നു. വിധേയത്തലച്ചൻ ഒരു തിരുഹൃദയ ഭക്തനായിരുന്നു. വിധേയത്തലച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ സ്മാരകമായിട്ടാണ് ഈ തിരുഹൃദയ സ്തംഭം ഇവിടെ സ്ഥാപിച്ചത്. ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയൊക്കെ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ധന്യൻ ജോസഫ് വിധേയത്തലച്ചൻ. വിധേയത്തലച്ചൻ്റെ പ്രകൃതി സ്നേഹത്തെ കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ മാവ്, ഇവിടുത്തെ ഈ മാവ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് വിധേയത്തലച്ചൻ നട്ട മാവാണ്. ഇതിൻ്റെ പേര് കൊഹിനൂർ മാംഗോ ട്രീ ആണിത്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവ് എവിടെയൊക്കെ മഠങ്ങൾ തുടങ്ങിയോ അവിടെയെല്ലാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനായി ഒരു ഇൻഡസ്ട്രിയൽ സ്കൂള് പിതാവ് കുഴിക്കാട്ടുശ്ശേരിയിൽ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളെ തയ്യൽ പഠിപ്പിക്കുക, സ്വയം തൊഴിൽ അഭ്യസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് തുടങ്ങിയത്. അതുകൂടാതെ തന്നെ ഈ റോഡ് നിർമ്മാണം, പോസ്റ്റ് ഓഫീസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള നൂതനങ്ങളായ സാമൂഹിക പ്രവർത്തനങ്ങൾ വിധേയത്തലച്ചൻ ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റെ ഉദ്ദേശം സമൂഹത്തെ ഉദ്ധരിക്കുക, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് വിധേയത്തിൽ പിതാവ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. വിധേയത്തലച്ചനെ എല്ലാവരും പിതാവേ എന്നാണ് വിളിച്ചിരുന്നത്. അതിന് കാരണം വിധേയത്തലച്ചൻ ഒരു ബിഷപ്പായിരുന്നത് കൊണ്ടല്ല, മറിച്ച് എല്ലാവർക്കും വിധേയത്തലച്ചൻ ഒരു പിതാവായിരുന്നു. ആ ഒരു പിതൃവാത്സല്യം അനുഭവിക്കാനായിട്ട് ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും പിതാവിൻ്റെ ഒരു പിതൃവാത്സല്യം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും വിധേയത്തലച്ചനെ എല്ലാവരും പിതാവേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. വിധേയത്തലച്ചൻ മാളപ്പള്ളി വികാരിയായിരുന്നപ്പോഴാണ് പുത്തഞ്ചിറ പള്ളിയിൽ നടന്ന വാർഷിക ധ്യാനത്തിന് കുമ്പസാരിപ്പിക്കുവാനായിട്ട് അവിടെ എത്തിച്ചേർന്നത്. അവിടെ വെച്ചാണ് വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിനെ തൻ്റെ ആത്മീയ ഗുരുവായിട്ട് തിരഞ്ഞെടുത്തത്. ദൈവം ഹിതമെന്ന് പറയട്ടെ, ആ വർഷം തന്നെ വിധേയത്തലച്ചന് മാളപ്പള്ളിയിൽ നിന്ന് പുത്തഞ്ചിറ പള്ളിയിലേക്ക് വികാരിയായിട്ട് മാറ്റം കിട്ടി. നീണ്ട 20 വർഷം 1902 മുതൽ 1922 വരെ ഉള്ള കാലഘട്ടത്തിൽ വിധേയത്തലച്ചൻ പുത്തഞ്ചിറ പള്ളിയിലെ വികാരിയായിരുന്നു. 1922 അവിടെ നിന്ന് പുത്തഞ്ചിറയിൽ നിന്ന് കുഴിക്കാട്ടുശ്ശേരിയിൽ പുതിയൊരു മഠം പണിതപ്പോൾ
അവിടുത്തെ കപ്പളവാനായിട്ട് 1922 കുഴിക്കാട്ടുശ്ശേരിയിൽ വരികയും പിന്നെ അമ്മയുടെ മരണശേഷം 1926 വിശുദ്ധ മറിയം ത്രേസ്യ മരണമടഞ്ഞതിന് ശേഷം ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തെ നയിച്ചത് വിധേയത്തലച്ചനായിരുന്നു. 1942 പുതിയ ജനറൽ കൗൺസിൽ രൂപീകരിക്കുന്നത് വരെ വിധേയത്തലച്ചനാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തെ നയിച്ചത്. 1942 ശേഷം വിധേയത്തലച്ചൻ തൻ്റെ മരണം വരെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെ നയിക്കുന്നതിലും അവരുടെ ആത്മീയ നേതൃത്വം വഹിച്ചുകൊണ്ട് വിധേയത്തലച്ചൻ കുഴിക്കാട്ടുശ്ശേരിയിൽ തന്നെ ആയിരുന്നു. ഒത്തിരിയേറെ കാലം ധന്യൻ ജോസഫ് വിധേയത്തലച്ചൻ ദിവ്യബലി അർപ്പിക്കുകയും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ദേവാലയത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ നിന്ന്, ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ധന്യൻ ജോസഫ് വിധേയത്തലച്ചൻ തൻ്റെ പ്രേക്ഷിത മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെ ചെന്ന് ഓരോ കുടുംബങ്ങളിലും കയറി ഇറങ്ങി അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം കേൾക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും സ്നേഹവും സഹായവും എല്ലാം പകർന്നു കൊടുക്കുകയും ചെയ്ത് ഓരോ വ്യക്തികളെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയായിരുന്നു വിധേയത്തലച്ചൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ. ഇന്ന് വിധേയത്തലച്ചൻ നമ്മോട് ഓരോരുത്തരുമായി പറയുന്നതും അതുതന്നെയാണ്. നമ്മൾ കണ്ടുമുട്ടുന്നവരിലും നമ്മുടെ അയൽപക്കക്കാരിലും നമ്മുടെ അടുത്തേക്ക് സഹായം യാചിച്ചുകൊണ്ട് വരുന്നവരിലൊക്കെ ദൈവത്തെ കാണുവാനും അവരെയെല്ലാം ദൈവത്തിലേക്ക് ആനയിക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുമൊക്കെയാണ് വിധേയത്തിൽ പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃക.